10ാം സ്ഥാനത്തുള്ളത് മമ്മൂക്കയുടെ ടെർബോയാണ്. ടെർബോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം നേടിയത് 6,15,00,000 രൂപയായിരുന്നു. മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനി ആയിരുന്നു. മമ്മൂട്ടിയുടെ ബോക്സ് ഓഫീസിലെ വലിയ ഹിറ്റുകളിൽ ഒന്നായി ടെർബോ മാറിയിരുന്നു. മമ്മൂട്ടിയുടെ 4ാമത്തെ 50 കോടി ചിത്രമായിരുന്നു ടെർബോ. ആഗോള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 70 കോടിയോളം രൂപയാണ് ടെർബോ നേടിയത്. രാജ്ബി ഷെട്ടിയും കബീർ സിംഗും സുനിലും അഞ്ജന ജയപ്രകാശും ഒക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി മമ്മൂട്ടിയോടൊപ്പം ടെർബോയിൽ എത്തിയത്. ടെർബോ കേരള ബോക്സ് ഓഫീസിലെ മമ്മൂട്ടിയുടെ ആദ്യ ദിനത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ്. 6,15,00,000 മുകളിൽ നേടിയ മറ്റൊരു മമ്മൂക്ക ചിത്രവും കേരള ബോക്സ് ഓഫീസിൽ നിലവിലില്ല. മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചതും. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ ഒരു പ്യുവർ കൊമേഴ്സ്യൽ എന്റർടൈനർ ആയിരുന്നു 2024 പുറത്തെത്തിയ ടെർബോ. 9ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ലൂസിഫർ ആണ്. 6,30,00,000 രൂപയാണ് 2019 റിലീസായ ലൂസിഫർ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. മോളിവുഡിന്റെയും മോഹൻലാലിന്റെയും 2ാമത്തെ 100 കോടി ചിത്രമായിരുന്നു ലൂസിഫർ. ആദ്യ ദിനത്തിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 14 കോടിയോളം രൂപയായിരുന്നു ലൂസിഫർ നേടിയത്. കേരളത്തിലും വലിയ ഹൈപ്പിലായിരുന്നു ചിത്രം തിയേറ്ററിലെത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനുകളിൽ ഒന്നായ 6,30,00,000 രൂപ ലൂസിഫർ കേരളത്തിൽ നിന്ന് നേടി. ആഗോള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 128 കോടിയോളം രൂപയാണ് ലൂസിഫർ 2019 നേടിയത്. വീക്കെൻഡ് കളക്ഷനിലും വലിയ റെക്കോർഡ് ആണ് ലൂസിഫർ ആ സമയത്ത് സ്വന്തമാക്കിയത്. മോളിവുഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമ വീക്കെൻഡ് കളക്ഷനിൽ 50 കോടിക്ക് മുകളിൽ നേടിയ ചരിത്രം ലൂസിഫറാണ് നേടിയത്. 8ാം സ്ഥാനത്തുള്ളത് ഒരു അന്യഭാഷാ ചിത്രമാണ്. അല്ലു അർജുൻ നായകനായ പുഷ്പ 2. പുഷ്പ 1 കേരള ബോക്സ് ഓഫീസിലൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുകയും ഹിറ്റാവുകയും ചെയ്ത ചിത്രമായിരുന്നു. പുഷ്പ 2 അതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. അല്ലു അർജുന്റെ ഒരു പാൻ ഇന്ത്യൻ മാസ് മസാല എന്റർടൈനർ ആയിരുന്നു പുഷ്പ. കേരള ബോക്സ് ഓഫീസിൽ വളരെ വലിയ കളക്ഷനാണ് പുഷ്പ 2 നേടിയത്. 6,35,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പുഷ്പ നേടിയത്. ആർ സുകുമാർ ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയായാണ് പുഷ്പ 2 തിയേറ്ററിൽ നിന്ന് വിടവാങ്ങിയത്. മലയാളത്തിലും പുഷ്പ 2 വലിയ രീതിയിലുള്ള ആരാധകരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലു അർജുൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള ആരാധകരെ സൃഷ്ടിച്ച നായക നടനാണ്. അതുകൊണ്ട് തന്നെ പുഷ്പയ്ക്കും കേരള ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് ഉണ്ട്. ഇത്രയും വലിയ കളക്ഷൻ നേടാൻ കേരള ബോക്സ് ഓഫീസിൽ പുഷ്പ 2 കഴിഞ്ഞത് അല്ലു അർജുന്റെ സ്റ്റാർഡം കൊണ്ടുമാണ്. അതുപോലെ തന്നെ ഒരു സീക്വൽ ചിത്രമായതുകൊണ്ടുള്ള ഹൈപ്പും പുഷ്പയ്ക്ക് ഉണ്ടായിരുന്നു. 7ാം സ്ഥാനത്തുള്ളത് പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം മരക്കാറാണ്. ബ്രഹ്മാണ്ഡ ബഡ്ജറ്റിൽ ആശീർവാദ് സിനിമാസ് അണിയിച്ചൊരുക്കിയ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം നേടിയത് 6,60,00,000 രൂപയാണ്. മലയാള സിനിമയിൽ ഏറ്റവും ഹൈപ്പിൽ റിലീസ് ചെയ്ത ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം. കോവിഡ് സമയത്തായിരുന്നു ചിത്രം തിയേറ്ററിലെത്തിയത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് തിയേറ്ററിൽ 50% ഒക്യുപ്പൻസിയിലാണ് കളിക്കാൻ കഴിഞ്ഞത്. രാത്രി 12 മണിക്കാണ് സിനിമയുടെ ആദ്യത്തെ ഷോ ആരംഭിച്ചത്. തുടർന്ന് 4 മണിക്കും 7 മണിക്കും അടുത്ത ഷോകളും കളിക്കുകയുണ്ടായി. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററിൽ വളരെ മോശം പ്രതികരണമായിരുന്നു ലഭിച്ചത്. അതിനാൽ തന്നെ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷനിലൊക്കെ വലിയ കുറവ് വന്നു. ആഗോള ബോക്സ് ഓഫീസിൽ ആദ്യമായി 20 കോടിക്ക് മുകളിൽ ഒരു സിംഗിൾ ഡേ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു മരക്കാർ. ആദ്യദിന കളക്ഷനിൽ 6ാം സ്ഥാനത്തുള്ളത് വിജയുടെ ബീസ്റ്റ് ആണ്. നെൽസൺ സംവിധാനം ചെയ്ത ഈ ചിത്രം വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പുള്ള സിനിമയായിട്ടായിരുന്നു ആ സമയത്ത് തിയേറ്ററിലെത്തിയത്. പക്ഷേ സിനിമയ്ക്ക് തണുത്ത പ്രതികരണമായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. എങ്കിലും കേരളത്തിൽ വിജയ്ക്കുള്ള അന്യായ ലെവൽ സ്റ്റാർഡമായിരുന്നു ഈ ചിത്രത്തിന് ആദ്യ ദിവസം ഗംഭീര കളക്ഷൻ ലഭിക്കാൻ കാരണം. KGF എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിനോട് ഏറ്റുമുട്ടിയാണ് ബീസ്റ്റ് തിയേറ്ററിലെത്തിയത്. പക്ഷേ വിജയ്ക്ക് കേരളത്തിലുള്ള വലിയ ആരാധക വൃന്ദമാണ് ബീസ്റ്റിന് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനത്തിൽ വലിയ കളക്ഷൻ നേടാൻ സഹായിച്ചത്. എങ്കിലും ചിത്രത്തിന് ലഭിച്ച മോശം പ്രതികരണം തുടർന്ന് അങ്ങോട്ട് വലിയ കളക്ഷനിലേക്ക് ബീസ്റ്റിനെ കൊണ്ടുപോയില്ല. ആദ്യ ദിനത്തിൽ തന്നെ കളക്ഷനിൽ വലിയ ഇടിവ് വന്നിരുന്നു. ഒടിയൻ ആയിരുന്നു ആ സമയത്ത് കേരള ബോക്സ് ഓഫീസിലെ ഉയർന്ന കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രം. ബീസ്റ്റ് അത് മറികടക്കാനുള്ള എല്ലാ സാധ്യതയുമായാണ് തിയേറ്ററിലെത്തിയത്. എങ്കിലും മോശം പ്രതികരണം ലഭിച്ച ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ കളക്ഷനിൽ വല്ലാതെ ഇടിവ് സംഭവിച്ചു. ആദ്യ ദിന കളക്ഷനിൽ 5ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ ഒടിയനാണ്. 2018 ഡിസംബറിൽ തിയേറ്ററിലെത്തിയ ഈ ചിത്രം ആ സമയത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം നേടിയത്. 7,20,00,000 ഒടിയൻ ആദ്യ ദിനത്തിൽ സ്വന്തമാക്കിയത്. ആഗോള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 18 കോടിക്ക് മുകളിലും ഒടിയൻ നേടിയിരുന്നു. റിലീസ് ദിവസത്തിൽ കേരളത്തിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ ഉണ്ടായിരുന്നിട്ട് പോലും ഒടിയന്റെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് സംഖ്യയിലേക്കാണ് പോയത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രമായിരുന്നു ഒടിയൻ. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററിൽ വളരെ മോശം പ്രതികരണമാണ് ലഭിച്ചത്.
ഗംഭീര പ്രീസെയിലായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മോശം പ്രതികരണമൊന്നും ആദ്യ ദിന കളക്ഷനെ ബാധിച്ചിരുന്നില്ല. ഒടിയന്റെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് ഇന്ന് വരെ ഒരേ ഒരു മലയാള സിനിമ മാത്രമേ മറികടന്നിട്ടുള്ളൂ. അതും ഒരു മോഹൻലാൽ ചിത്രമാണ്. വലിയ ഹൈപ്പിനോട് നീതി പുലർത്താതെ തിയേറ്ററിൽ വീണുപോയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഒടിയൻ. ഹൈപ്പിനോട് നീതി പുലർത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. സംവിധായകനായ ശ്രീകുമാർ മേനോന്റെ വലിയ രീതിയിലുള്ള തള്ളലുകളൊക്കെ സിനിമയെക്കുറിച്ച് അനാവശ്യമായ പ്രതീക്ഷ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ മാത്രമേ സഹായിച്ചുള്ളൂ. എന്നാൽ ആ പ്രതീക്ഷയോട് ഒരു തരത്തിലും സിനിമ നീതി പുലർത്തിയില്ല. മോഹൻലാൽ വലിയ എഫേർട്ട് നൽകി അഭിനയിച്ച ഒരു കഥാപാത്രമായിരുന്നു ഒടിയൻ മാണിക്യൻ. നിർഭാഗ്യവശാൽ ആ കഥാപാത്രം വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല. ആദ്യ ദിന കളക്ഷനിൽ 4-ാം സ്ഥാനത്തുള്ളത് KGF 2 ആണ്. ഒരു കന്നഡ ചിത്രം ആദ്യമായിരിക്കും കേരള ബോക്സ് ഓഫീസിൽ ഇത്രയേറെ ആദ്യദിന കളക്ഷൻ നേടുന്നത്. ഒടിയന്റെ സർവകാല റെക്കോർഡ് മറികടന്ന ചിത്രമായിരുന്നു KGF 2. KGF 1 കേരള ബോക്സ് ഓഫീസിലും മലയാളികൾക്കിടയിലും ഒക്കെ ലഭിച്ച വലിയ വരവേൽപ്പ് തന്നെയാണ് KGF 2-ൻ്റെയും ആദ്യ ദിനത്തിലെ ഈ റെക്കോർഡ് കളക്ഷന് കാരണം. പുലർച്ചെ 5 മണിക്ക് ആദ്യ ഷോ ആരംഭിച്ച KGF 2-ന് ഗംഭീര റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചത്. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായി മാറിയ സിനിമയായിരുന്നു KGF 2. KGF 2-ൻ്റെ ഇനീഷ്യൽ റെക്കോർഡ് കളക്ഷൻ പിന്നീട് മറികടന്നതും ഒരു അന്യഭാഷ ചിത്രമായിരുന്നു. ആദ്യ ദിന കളക്ഷനിൽ 3-ാം സ്ഥാനത്തുള്ളത് ഒരു തമിഴ് ചിത്രമാണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി. രജനീകാന്ത് നായകനായ ഈ ചിത്രം വലിയ ഹൈപ്പിലാണ് കേരളത്തിൽ റിലീസിനെത്തിയത്. രജനീകാന്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റാവുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലും ലോകേഷ് കനകരാജ് എന്ന ബ്രാൻഡ് ഡയറക്ടർ ലിയോയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രമെന്നൊക്കെയുള്ള പ്രത്യേകതയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയോട് വലിയ രീതിയിൽ ചിത്രം നീതി പുലർത്തിയില്ല. മുൻപ് വിജയുടെ ലിയോ കേരള ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷൻ പോലും ആദ്യ ദിനത്തിൽ കൂലിക്ക് നേടാൻ കഴിഞ്ഞില്ല. 9,75,00,000 രൂപയാണ് കൂലി ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ഒരു ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം എന്നുള്ള നിലയ്ക്ക് വലിയ കളക്ഷൻ അല്ല ഇത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രജനീകാന്തിനൊപ്പം ആമീർ ഖാനും ഉപേന്ദ്രയും നാഗാർജുനയും ഒക്കെ സിനിമയുടെ സ്ക്രീനിൽ എത്തിയിരുന്നു. എന്നിട്ട് പോലും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ 10 കോടി എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് വന്ന ലോകേഷ് ചിത്രമായ ലിയോ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. ആദ്യ ദിന കളക്ഷൻ റെക്കോർഡിൽ 2-ാം സ്ഥാനത്തുള്ളത് വിജയുടെ ലിയോ ആണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം നേടിയത് 12 കോടി രൂപയാണ്. ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു സിംഗിൾ ഡേ 10 കോടിക്ക് മുകളിൽ നേടുന്ന ചരിത്രം തിരുത്തിയത് ലിയോ ആണ്. പുലർച്ചെ 4 മണിക്കായിരുന്നു ലിയോയുടെ ആദ്യ ദിന പ്രദർശനം കേരളത്തിൽ ആരംഭിച്ചത്. കേരള ബോക്സ് ഓഫീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏതാണ്ട് 4.5 കോടിക്ക് മുകളിൽ മാർജിനാണ് ഫസ്റ്റ് ഡേ റെക്കോർഡിൽ ലിയോ തീർത്തത്. ലിയോയുടെ റെക്കോർഡ് ആ ഒരു സമയം വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. വിജയ്ക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഈ റെക്കോർഡ് മറികടക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയമുണ്ടായിരുന്നു. വിജയുടെ സ്റ്റാർഡത്തോടൊപ്പം LCU ഫാക്ടറും ലോകേഷ് കനകരാജ് എന്ന ബ്രാൻഡ് ഡയറക്ടറും ഒക്കെ ഈ ഒരു ഹൈപ്പിന് കാരണമായിരുന്നു. ലിയോയ്ക്ക് ശേഷം വന്ന കൂലിക്ക് ലിയോയുടെ അത്രയും ആദ്യദിന കളക്ഷൻ നേടാൻ കഴിഞ്ഞിരുന്നില്ല. നിലവിൽ കേരള ബോക്സ് ഓഫീസിലെ റെക്കോർഡ് ഓപ്പണിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ എമ്പുരാനാണ്. 2025 തിയേറ്ററിലെത്തിയ എമ്പുരാൻ ലൂസിഫർ എന്ന ബിഗ് ഹിറ്റ് സിനിമയുടെ 2-ാം പാർട്ടായിട്ടാണ് തിയേറ്ററിലെത്തിയത്. ലൂസിഫറിനും ബ്രോഡാഡിക്കും ശേഷം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു എമ്പുരാൻ. വലിയ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയ എമ്പുരാൻ പ്രീ സെയിൽസ് കൊണ്ട് തന്നെ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. മോഹൻലാൽ ആരാധകരുടെ അകമഴിഞ്ഞ പിന്തുണയും സീക്വൽ എന്നുള്ള വലിയ ഹൈപ്പും മോഹൻലാലിന്റെ താരമൂല്യവും എല്ലാം ചേർന്നാണ് എമ്പുരാൻ ഇത്രയും ഹൈപ്പ് നേടാൻ കഴിഞ്ഞത്. ഒടിയനിലൂടെ ഫസ്റ്റ് ഡേ റെക്കോർഡ് 2018 നേടിയ മോഹൻലാൽ 2022 KGF അത് തിരുത്തിയതിനു ശേഷം വീണ്ടും ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കിയത് എമ്പുരാനിലൂടെയായിരുന്നു.